ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അടുത്ത് എടുക്കാം. ഹ്യൂജ് സർപ്രൈസ് ആമസോണത്തെ പെട്ടിട്ടുണ്ട് മനസ്സിലായി. ഓക്കെ, എന്നാലും ഫസ്റ്റ് ഏതാ എടുക്കേണ്ടത്? ഇഷ്ടമുള്ള എടുത്തോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എടുത്തോ. ഇതാ ഗൈസ്, അപ്പൊ ഫസ്റ്റ് ഇതായിട്ട് എടുക്കണം. ഈ ചെറിയ ഗിഫ്റ്റ് ആണ്. പിന്നെ എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? എങ്ങനെ റാപ്പ് ചെയ്തത്? എങ്ങനെയുണ്ട്? റാപ്പ് ചെയ്തൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. ഓള് നോക്കും. ആ മമ്മ നോക്ക. ആ പപ്പനെ മൈൻഡ് ചെയ്യണില്ല, മോളെ മൈൻഡ് ചെയ്യാ. എന്റെ മോനെ റൂബിക്സ് ക്യൂബ് പോളി. വസ്കാക്ക് ബുദ്ധി വികാസം വരാനാ. ഇത് ഞാൻ അനക്ക് തന്നതാണല്ലോ. അതന്നെ, ഞാൻ പൊട്ടിച്ചിട്ടില്ലേ നീ. അതുപോലെ ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം ബുദ്ധിയാണ്. ഇത് പൊട്ടിക്കാൻ എനിക്ക് തന്നെ തന്നു. മന്ദബുദ്ധിത്തരം കുറച്ച് മാറാൻ വേണ്ടിട്ട്, കുറച്ച് ബുദ്ധി വരാൻ വേണ്ടി. റൂബിക്സ് ക്യൂബ് സൂപ്പർ. യാരെ കൈയടിക്കും. പപ്പക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു. യാരൊക്കെ ഇഷ്ടപ്പെട്ടെ? ഓക്കെ ഗൈസ്, അടുത്ത നോക്കി നോക്കാം. ഇതെന്താന്ന് എനിക്കറിയില്ല. എന്തേലൊക്കെ ആവും. മോനെ എജ്ജാതി പാക്കിങ്. ഈ മറ്റേ ഗിഫ്റ്റ് ബാഗ് എന്താ അറിയോ? അടിപൊളി സാധനമാണ്. ഒരു ടൈം ഇല്ലാത്ത, ഒരു ചിട്ട ഇല്ലാത്ത ജീവിത അവസ്ഥക്കാർക്ക് ഇത് വന്നാലെങ്കിലും ചിട്ട വെക്കുമായിരിക്കും. ഒരു സമയം രാത്രി പകലൊക്കെ തല തിരിഞ്ഞോണ്ട് അവസ്ഥക്കാക്ക പ്രവർത്തിക്കണേ. ആരോട് ചോദിച്ചാലും പറയും അവസ്ഥക്കാക്ക് രാത്രി പകലില്ല. ഒരു അന്യഗ്രഹ ജീവിനെ പോലെ. പപ്പക്ക് ക്ലോക്ക് കിട്ടി. ഒരു ക്ലോക്ക് ആണ് തന്നിട്ടുള്ളത്. സൂപ്പർ സൂപ്പർ. ഒരു ക്ലോക്ക്. ഇത് ഇവിടെ ഇങ്ങനെ ടൈം പീസ് പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ടൈം പീസ് പോലെ വെക്കാവുന്നതാണ് അല്ലേ? എന്തൊക്കെയോ പറയണ്ടോ. ടൈം പീസ് നമുക്ക് ഇവിടെ വെക്കാം. ഗിഫ്റ്റുകളൊക്കെ ഇവിടെ തന്നെ വെക്കുന്നുണ്ടല്ലോ. ഓക്കെ, 2 ഗിഫ്റ്റായി. ഞാൻ അടുത്ത അൺബോക്സ് ചെയ്യട്ടെ? ഓക്കെ, ഇത് അൺബോക്സ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കാം എന്താ ഉള്ളത്. എന്താ സന്തോഷം, സർപ്രൈസ് എന്ന് കേട്ടാലേ. ഹായ്, ബേബിന്റെ ഉടുപ്പാ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാ സാധനവും ഞാൻ പൊട്ടിച്ചു നോക്കി. മോനെ തോറ്റലിരിക്കുന്ന സാധനം ഉണ്ട്. എന്നും മെമ്മറബിൾ ആയിരിക്കും അല്ലേ? എന്താ മോനെ ഒരു ബാഡ്ജ് അത് പൊളിച്ചിട്ടോ. ഞാൻ അടുത്ത എടുക്കാം. ഇതെന്താ കൂതറ ഏതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത അൺബോക്സ് ചെയ്യാം. എല്ലാം അൺബോക്സ് ചെയ്യാൻ പൊട്ടിക്കാം. വേറൊരു കൂതറ സാധനം. എന്താ സാധനം പൊട്ടിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ചറപറ ഓർഡർ ചെയ്തതാ. അപ്പൊ സാധനം ഇവിടെ റെഡിയാണ്. ഇതെന്താ എനിക്ക് ഓർമ്മയില്ല. ഓർഡർ ചെയ്തത് സാധനം. കീച്ചെയിൻ. എടാ മോനെ, ഇത് പൊളിച്ചിട്ടോ. എടാ മോനെ, ഇത് പൊളി സാധനം കേട്ടോ. ആർസനലിന്റെ ഒരു ഇതുണ്ട്, ഒരു ലോഗോയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാൻഡും ഉണ്ട് കേട്ടോ. ഇത് പൊളിച്ച്. ഇത് 2 ഇങ്ങനെയും ചെയ്യാ, ഒന്നും ഇങ്ങനെയും ആക്കാം അല്ലേ? അടിക്കും അപ്പൊ പൊട്ടും. ശരി ഗൈസ്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ആയിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ഗിഫ്റ്റ് എടുക്കാണ്. വലിയ പെട്ടികളൊക്കെ നോക്കി ഇരിക്കണ്ടേ. ഇത് ഫസിക്കാക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ പറയുന്നു. ഐ ആം ഗ്യാരണ്ടി. ഇത് ഫസിക്കാക്ക് എന്നും ഓർക്കപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും. നോക്കിയൊക്കെ എന്താന്ന്. 12 months വാറണ്ടി. റിവൈവ് കെയർ സ്മിത്തോ, ഹെഡ് മസാജർ, വാഷബിൾ റിമൂവബിൾ ഹെഡ്സോ. വാഷ് ചെയ്യാന്നൊക്കെ. എന്താ വെച്ചാൽ എണ്ണക്കായ വാഷ് ചെയ്യാൻ അല്ലേ. ഇതിലെന്തൊക്കെ അൺബോക്സിംഗിൽ ഒരു USB കേബിൾ ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ. ഇതാണ് എന്റെ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഗിഫ്റ്റ്. എന്താ വെച്ചാല് എന്റെ കയ്യിനൊരു സുഖം വരാൻ വേണ്ടി. മനസ്സിലായി? ഞാൻ ഓണാക്കി ആ പച്ച തലയൊക്കെ ഇനി ഇവൻ ചലിച്ചോളൂ. ഈ ആമ സാധനം മോനെ രക്ഷയില്ലത്. ഇവിടെ
എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഈ ആമനെ ഇഷ്ടപ്പെട്ടോ? പൊളിച്ച് ഇതുവരെ ഉള്ള ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഇത്. അവിടെ ആക്കണം മുടി മാത്രം മതി. മതിട്ടാ നിക്ക് ഒരു 2 മിനിറ്റ് പ്ലീസ്. എന്താ മോനെ വീഡിയോ 2 മിനിറ്റ് എന്റെ മസാജ് ചെയ്യാൻ ആൾക്കാര് ഇങ്ങനെ സ്പീഡാണ് മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം എടുത്തേക്കാം. കുറച്ചേരം കൂടി മുടി മസാജ് ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഇതാ ഇത് അൺബോക്സ് ചെയ്യാം. ബിഗ് ബോക്സ്. ഓ ഗൈസ് പേഴ്സ്. വാലറ്റ് മോനെ. ഓ വാലറ്റ് ക്യൂട്ട് വാലറ്റ് അല്ലേ? അതെ അടിപൊളി വാലറ്റ് ആണ്. പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതാവുമ്പോ പെട്ടെന്ന് പൈസ ഒക്കെ അടിച്ചു മാറ്റാം ഭാര്യമാർക്ക് അല്ലേ? അതെ. ഇത് അങ്ങനെ അടിച്ചുറപ്പൊന്നും ഇല്ലാത്തൊരു പേഴ്സ് ആണ്. അപ്പൊ ഭാര്യമാർക്ക് അടിച്ചു മാറ്റുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഇത് ഭർത്താക്കന്മാർക്ക് അടച്ചുറപ്പില്ലാത്ത ജീവിതമുള്ള എനിക്ക് എന്താ അടച്ചുറപ്പുള്ള പേഴ്സ്. ഓക്കെ ഗൈസ് ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർ കേട്ടോ. രസമുണ്ട്. യെസ്. എന്തൊക്കെ കിട്ടണ പൊന്ന സാധനങ്ങളല്ലേ. എന്താ പൊട്ടിക്കൽ. അടുത്ത വലിച്ചോ. വെരി സോറി. റയൽ മാഡ്രിഡിന്റെ ജേഴ്സിയോ? ഞാൻ അങ്ങനെ ചെയ്യോ? ഓ നമ്മളെ ഓൾഡ് ജേഴ്സി. ഇവൻ ഈ കൊല്ലം നമ്മൾ പറഞ്ഞു വിടാണ് ബ്ലഡി ഫുൾ. അതാണോ മോള് വാങ്ങിക്കൊണ്ടത്? മോനെ ഏതോ കാലത്തെ കിറ്റ് 200 രൂപ കിട്ടും സാധനം. ഒറിജിനൽ അഡിഡാസാ പോലും. കുരിദാസാ അവിടുന്ന്. ഇതെന്താ? ഓക്കെ ഗൈസ് നമുക്ക് അടുത്ത ഇത് പൊട്ടിക്കാം. ഓക്കെ ഓക്കെ ഗൈസ് പൊട്ടിച്ച് നോക്കാം. ഓ ഷർട്ട്. അടിപൊളി. ഇത് ബാക്കില് വേറെ കളറ്, ഫ്രണ്ടില് വേറെ കളറ്. മുന്നേ തന്നെയാലും ബാക്ക് തന്നെയില്ല. മഴക്കാലാണെങ്കിൽ മനസ്സിലായി. അടിപൊളിയായി. ഷർട്ട് കൊള്ളാം. എന്റെ ഭാര്യ സൂപ്പറാ. ഇതിടണോ? വേണമെങ്കിൽ കാണിക്കാൻ. വേണ്ട വിയർപ്പ് ആക്കണമെന്ന് ആവശ്യം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായ ആക്കണ്ട. നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം. ഇത് ഓക്കെ. എന്തൊരു വല്ല ദേഷ്യമുണ്ടോ പെട്ടിനോട്? അടുത്ത ജംബോ കിറ്റ്. മോനെ ഇത് പൊളിച്ചിട്ടോ. ഇത് കണ്ടട്ടെ. ഇതൊന്ന് ഇട്ടോക്കാം. ഗൈസ് പുതിയ ഷർട്ടാണ്. എനിക്ക് പുതിയ ഷർട്ട് അപ്പടണം എന്താ അറിയില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് കാണിച്ചു തരാം. കിളവന്റെ ഒക്കെ ഓരോ ആഗ്രഹങ്ങളെ. കിളവനായപ്പോ വലിപ്പം കുറവാണോ എനിക്ക് ഉണ്ടാവും. ഞങ്ങളെ യുവാക്കൾക്ക് കുറച്ച് ഇത്ര ഇതൊക്കെ മതി. എങ്ങനെയുണ്ട് ഷാറ? അടിപൊളി. എനിക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ. നൈസ്. ഓക്കെ ഗൈസ് ഞാൻ അടുത്തത് പിന്നെ അടുത്ത ഇത് എടുക്കാം. എന്തേ കുറച്ച് വെളിച്ചണ്ടേ? ഇത് മറ്റേ സാധനം ഞാൻ കുറച്ച് റിവ്യൂ ഒന്നും നോക്കാതെ വാങ്ങിയതാ. സൗരയൂഥോ? സോളാർ പ്ലാനറ്റ്. ഇത് മേലോട്ട് ഇങ്ങനെ പൊന്തുവോ ലൈറ്റ്? ഫസ്റ്റിനെ എടുത്തു പോവും പേടകത്തിൽ വെളിച്ചായിട്ട്. അതെന്താ സംഭവം? എന്താ? ഓ ഇത് ഇങ്ങനല്ല, ഇങ്ങനെയാണ്. ഇതാ നോക്ക് ഡയറക്ഷൻ ഉണ്ട്. ഇതാ ഗൈസ് കിട്ടി. ഇത് നമുക്ക് സൗരയൂഥം പഠിക്കാനുള്ള സാധനം കേട്ടോ. നോക്കിക്കേ. എന്താ കളറില്ലേ? പക്ഷെ ഞാനില്ലേ ഓൺലൈനിൽ കണ്ടപ്പോ കുറച്ചും കൂടി എളുപ്പണ്ടായിരുന്നു. ഭയങ്കര ചെറുത്. ഗൈസ് ഇതിലിതാ മാർസ്, നെപ്റ്റ്യൂൺ, യുറാനസ്, ജുപ്പിറ്റർ, സണ്ണ്. ഏറ്റവും നടുവിൽ സണ്ണ് കേട്ടോ. ഇതെന്താ പരിപാടി എന്നുള്ള ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നോക്കിക്കോണ്ടിയേ. ഓക്കെ ഗൈസ് 4 LED അതിന്റെ മേലെ വെക്കാൻ ഈ ഉണ്ടബോൾ. ഒരു ഉണ്ടബോൾ വെച്ചാൽ ഇങ്ങനെ ആയി. അതാണ് ലൈറ്റിംഗ്. ഇതാ ഗൈസ് കണ്ടേ. കണ്ടാ നോക്ക്. പക്ഷേ സാധനം നൈസാ. കണ്ടോ? ഓക്കെ അടുത്ത ഇത് ചെയ്യാം. വാവ് പൊള്ളി സാനാണ് മോനെ. പസിയേ ഓ ഇത് കിടക്കിട്ടോ മോളെ. ഇടലം വാച്ചോക്കട്ടെ.
ഈ വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ കിട്ടുന്ന പോലത്തെ വാച്ച്. എനിക്കൊരു കാര്യം ഫസ്കാനോട് പറയാം, ഫസ്കാക്ക് എത്ര വാച്ച് വേസ്റ്റ് ആക്കിയെന്ന് അറിയാം. ഇത് ഫസ്കാക്ക് കിട്ടിയില്ലെങ്കിൽ ഈ വാച്ച് എടുത്ത് ഞാൻ ആർക്കെങ്കിലും ഗീവ് അവേ കൊടുക്കും. ഇതൊക്കെ ഓക്കെ സീനില്ല, ഇതൊക്കെ ഞാൻ ഗീവ് അവേ തരും. ഓക്കെ എത്ര 15 2 3 2 കറക്റ്റ് സമയമാണ് കേട്ടോ. എന്താ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കലായിരുന്നു. ഓക്കെ ഞാൻ അടുത്തെടുക്കാം. വലിയ ഗിഫ്റ്റ്, ഹ്യൂജ് സർപ്രൈസ്. എന്റെ മോനെ ഇൻസ്റ്റഗ്രാം കൈ കേട്. ഇത് ഞാൻ വാങ്ങാൻ വേണ്ടി കാർട്ടിൽ ഇട്ട സാധനമായിരുന്നല്ലോ. അതെ, ഞാൻ കണ്ട് കോപ്പിടിച്ച് വാങ്ങിയ. ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ. പക്ഷെ കാർട്ടിൽ ഇട്ട് വെച്ചിനി. അപ്പൊ ഇങ്ങനെ കൊറേ കാലം ഇങ്ങനെ പറയണേ ഒരു ഡാഷ് ക്യാം വേണം, ഡാഷ് ക്യാം വേണം. ഇത് അന്ന് ഞാൻ ഇത് റയറും ഇതല്ല സാധനം 70 ഫ്രണ്ടും ബാക്കിലും ഉള്ള ഇതാണ് ഡാഷ് ക്യാം. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഏതെങ്കിലും കാറിന്റെ ടീംസ് വല്ലതും ഉണ്ടോ പണിയെടുക്കണേ? അതൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് കാർട്ടിൽ ഇട്ട സാധനം ഞാൻ ആദ്യമായിട്ട് ഒരു ഉപകാരമുള്ള ഒരു സാധനം ഒന്നുകൂടി ഇങ്ങനെ ഞാൻ ഇതിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് ചെയ്തു തരാം. മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പൊ ഇനി എന്തായാലും ഇത് പൊളിക്കാം. വാറന്റി ഗ്യാരണ്ടി ഒക്കെ ഉള്ള 3-4 കമ്പനിയുടെ സാധനം ഞാൻ അതിൽ ഇട്ട് വെച്ചില്ലല്ലോ. എനിക്കറിയില്ല. അതിൽ ഏറ്റവും നല്ല നോക്കി റിവ്യൂ ഉള്ള നോക്കി വാങ്ങി. ഗൈസ് ഇത് പറഞ്ഞാൽ നമ്മൾ ഈ കാറിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ ഒരു തെളിവിന് വേണ്ടിട്ട് സെറ്റ് ചെയ്യണ സാധനമാണ്. ഇതില് സ്ക്രീനുള്ള എന്നാ വാങ്ങിയേ? അത് പൊട്ടിച്ചെടുക്കണ്ട, എപ്പ എടുക്കണ്ട, പോതാകുമ്പോ എടുത്താ മതി. ആ സ്ക്രീൻ ഉണ്ട്, എന്തായാലും എടുക്കണ്ടല്ലേ പൊന്നാര. അത് ഓൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോ ചെയ്തരൂ. ബാക്ക് ക്യാമറ കലക്കിട്ട ഹിവ ആദ്യമായിട്ട് ഈ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു സാധനം ചെയ്ത് സന്തോഷമായില്ലേ? വേറെ ഇതുപോലെ എടുത്ത കേടെടുത്തണ്ട, എത്രയോ വലുടെ സാധനമാണ് ഒരു വെച്ചാളെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഡാഷ് ക്യാം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സാധനം. ഇതാണ് ഹെയർ മസാജ് പൊളി. ഇതായാലും പൊളി, കാരണം ഇത് എനിക്ക് അത്യാവശ്യമുള്ള സാധനമായിരുന്നു ഈ നോക്കി വാങ്ങിയതിൽ. ഞാൻ ഇതിന് മുന്നേ അവളോട് പറഞ്ഞിരിക്കണം വാങ്ങണ്ടേ എന്ന്. ബിക്കോസ് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നല്ല സംഭവമാണിത്. അപ്പൊ ഹിബക്ക് ഇനിയിപ്പോ ലോങ് ട്രിപ്പ് ഒക്കെ പോകേണ്ടി വരും. ട്രിക്കല്ല, ലോങ് ട്രിപ്പ് ഒക്കെ പോകേണ്ടി വരും അല്ലേ? ഓക്കെ ഗൈസ്, ഇനി ലാസ്റ്റത്തെ സാധനമാണ്. ഇത് ഞാൻ അന്ന് ഇട്ട് വെച്ചാ, ഇത് എന്നോ കാലം ഞാൻ ഇട്ട് വെച്ചാണല്ലോ. ഇപ്പോഴാണ് വാങ്ങുന്നത്. ആദ്യം കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങി തരണ്ടേ? കാറ്റടിക്കുന്ന സാധനം. അതന്നെ. എങ്ങനെ കാറ്റടിക്കാന്ന് വല്ല അറിയോ? വെറുതെ നോക്കി അങ്ങോട്ട് വാങ്ങിയതല്ലേ അല്ലേ? എനിക്കറിയില്ല. ഇത് നമുക്ക് കാറിന് ഇപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ പഞ്ചറാവുക അല്ലെങ്കിൽ കാറ്റ് കുറേയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കാറിൽ തന്നെ കുത്തിയിട്ട് ഹാൻഡിൽ ചെയ്യാം. കാറിൻ്റെ ഇതിലെൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിട്ട് നമുക്ക് ഈ കൂടെ കാറ്റടിക്കാവുന്നതാണ് കേട്ടോ. നൈസ് സാധനമാണ്. ഓക്കെ, അപ്പം എന്തായാലും പൊളിച്ചിട്ടോ ഹിവ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതാ ഗിഫ്റ്റുകളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഡ്രസ്സൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട് ഹിബ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പറയാം, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള എന്തോ പറയാലോ, പോസ്റ്റ് പാർട്ടിയോ? പോസ്റ്റ് പാർട്ടി ആയിട്ട് പോലും ഗൈസ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാല് മൈ പിച്ചുണ്ടതി തിക്കുണ്ടതി എല്ലുണ്ടതി. അപ്പൊ എന്തായാലും അടിപൊളിയാണ് ഹിബ. യു ആർ ഗ്രേറ്റ് അമ്മ, ഗ്രേറ്റ്. చాలా ഇഷ്ടമായിട്ട് చాలా ಬೇಕು ആമസോൺ ಬೇಕು. ഗൈസ്, അപ്പൊ ആമസോൺ ഇത്രയും കാട്ടാൻ കൂസ് സാധനങ്ങൾ അടിപൊളി ഐറ്റംസ് ഒക്കെ ഹിബ വാങ്ങിയല്ലോ. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഇത് ഞാൻ ആവശ്യമുള്ള സാധനം. ഇതും എനിക്ക് നല്ല ആവശ്യമുള്ള സാധനമാണ്. ഇത് കീട്ടക്കാജ് സാധനം കേട്ടോ. അവിടെ വെക്കരുത്, കേടോ. ഇത് ഹെയറിൽ മാത്രമേ വെക്കാൻ പാടും. നല്ല ഹെയർ മസാജർ ആട്ടത്. ഇത് ഞാൻ ഇതിന്റെ തലന്റെ മേലെ ഫിറ്റ് ചെയ്തിട്ട് നടക്കാൻ പോവാ. നമ്മളെ സിക്കുമാരൊക്കെ ഇടില്ല, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മേലെ കൂടെ ഒരു തുണി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചോണ്ട് നടക്കാൻ പോകാം. 24 മസാജ് ചെയ്ത് ഇങ്ങനെ തന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഗിഫ്റ്റുകൾ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഫേവറേറ്റ് ഗിഫ്റ്റ് ഇതിൽ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ എത്തിച്ചേരുന്നത് അതുവരെയും ബൈ ബൈ.